അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബുദ്ധി, നമ്മൾ എന്തൊന്നിലാണോ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് അതിൻ്റേതായ മട്ടത്തിൽ തന്നെ ആവും. നമ്മളെ തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മളെ ശരിക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് ഫലവത്താകും. നല്ല ആടി ഉയലാത്ത മൈൻഡുകൾ, ആടി ഉയലാത്ത മനസ്സുകൾ ഇങ്ങനെ പതറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കൊരു വിഷയത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങളെല്ലാവരും നിങ്ങളെ കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് പിടിക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നല്ല കണ്ണുകൊണ്ട് നല്ലോണം ഉഷാറായിട്ട് അതിലേക്ക് ഇങ്ങനെ ആ വിരലുകളിലേക്ക് നോക്കുമ്പോൾ മറ്റെല്ലാ വിരലിനേക്കാളും നമ്മുടെ ഈ വിരൽ ഉയർന്നു തന്നെ നിൽക്കുമല്ലോ. എല്ലാത്തിനേക്കാളും ഉയർച്ച ഉള്ളത് നമ്മുടെ ഈ വിരലാണ്. ആ വിരലിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ആ ഉയർന്നു നിൽക്കുന്ന വിരലിലേക്ക് നല്ല നേരെ കണ്ണിന് നേരെ പിടിച്ച് സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒരു വിരൽ മറ്റേ വിരലിനേക്കാൾ ലേശം ഉയർന്നിട്ടുണ്ടാവും. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഉയർന്ന് കാണാം. അതിലേക്ക് തന്നെ നല്ല കോൺസെൻട്രേഷനോട് കൂടെ നല്ലോണം നോക്കിയിട്ട് ഏതാണോ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ആ ഉയർന്നു നിൽക്കുന്ന കൈ മാറ്റുക. എൻ്റെത് ഈ വലത്തെ കൈയാണ് അല്പം ഉയർന്നു നിൽക്കുന്നത്, മാറ്റി. എന്നിട്ട് ഞാൻ ആ വലിയ വിരലിലേക്ക് നേരെ ഇങ്ങനെ നോക്കി, എന്നിട്ടത് വളരട്ടെ എന്നിങ്ങനെ മനസ്സിലോർത്തു. നല്ല ചിന്തയോടുകൂടെ, നല്ല ശ്രദ്ധയോടുകൂടെ, നല്ല കാലിയായ മനസ്സോടുകൂടെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് അതൊന്ന് ഉയരണമേ എന്നിങ്ങനെ ഓർത്തു. ഗ്രോ വളര് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വളര് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ആ വളര് എന്ന് പറഞ്ഞ വിരൽ അല്പം ഉയർന്നതായിട്ട് കാണാം. അല്പം ഉയർന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നേരത്തെ അത്ര ഉയർന്നിരുന്നില്ല, ഇപ്പോൾ ഒന്നിരിക്കൽ സമമായി, അല്ലെങ്കിൽ മറ്റേ വിരലിനേക്കാൾ അല്പം ഉയർന്നതായിട്ട് കാണാം. ഇത് സത്യത്തിൽ ഉണ്ടായതല്ല, നമ്മുടെ മൈൻഡ് അങ്ങനെ ആക്കിയെടുത്തതാണ്. നമ്മളെ മൈൻഡാണ് നമ്മളേറ്റവും ഇമ്പോർട്ടൻറ്റ്. ടെൻഷനും അതുപോലെ പ്രതിസന്ധികളും കൂടെ രൂക്ഷമായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് തളർന്നുകൊണ്ടിരിക്കും. തളരാത്ത, ചിതറാത്ത, പതറാത്ത മനസ്സുമായി നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അത് നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ജദ്ദ വജദ. പരിശ്രമിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല. കഴിയുന്നതൊക്കെ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ്റെ കയ്യിൽ കിട്ടണോ, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് കഴിയുമെന്ന് വിചാരിച്ച വിഷയം നിർബന്ധമായും അതിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാവർത്തികമാക്കിയാൽ നമുക്ക് തന്നെ ഇത് അനുഭവപ്പെടാൻ പറ്റും. ഒരു വിരൽ ഉയർന്നു നിൽക്കുന്നത് കാണാം. ഈ 2 വിരലിൽ നിന്ന് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വിരലിങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട്, അതിലേതെങ്കിലും ഒന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഉയർന്നു നിൽക്കാത്ത വിരലൊന്നിങ്ങനെ മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് ഗ്രോ വളര് എന്നിങ്ങനെ നമ്മളെ മൈൻഡ് കൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് പറഞ്ഞ് വീണ്ടും വെച്ച് നോക്കിയാൽ അത് ഉയർന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് നമുക്ക് സഹായമാണ്. നമ്മുടെ ചിന്തകൾ നമുക്ക് ഉപകാരപ്പെട്ടതാകണം. ചിന്തകളാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. നല്ല ചിന്തകൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. ബാഡ് ചിന്തകൾക്ക് നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ നമ്മുടെ ശരീരത്തെ അനുഭവപ്പെടുത്തും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്നർത്ഥം.